പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്, നിങ്ങൾ ഈ ഫോണിലെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗം ശ്രദ്ധിച്ച്, ഞാനിപ്പോൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച്, അവിടെ നമുക്ക് നമ്മുടെ സമയം അറിയാൻ സാധിക്കും, കുറച്ച് ആപ്ലിക്കേഷൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും, അത് പോയിട്ട് ബ്ലൂടൂത്ത് കാണാൻ സാധിക്കും, അത് പോയിട്ട് നമുക്ക് അലാറം സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും, പിന്നെ നെറ്റ്വർക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ബാറ്ററിയുടെ അളവ് കാണാൻ സാധിക്കും. ഇതിൽ ചിലത് നമുക്ക് വേണ്ടാത്തതായിരിക്കും, ചിലത് നമുക്ക് ആവശ്യമുള്ളതായിരിക്കും, ചിലത് കൂടുതൽ വേണം, ഇനിയും പല കാര്യങ്ങളും വേണം എന്നുള്ളതായിരിക്കും. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഇത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അതിന് നമ്മുടെ സെറ്റിംഗ്സിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ചിലർക്ക് അറിയാമായിരിക്കും. അറിയാത്ത സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണുക. എന്തായാലും എപ്പോഴും പറയുമ്പോൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാറ്റസ് ബാർ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ സ്റ്റാറ്റസ് ബാർ നമ്മുടെ സെറ്റിംഗ്സിൽ തന്നെ ഉണ്ട്. ഇത് സെറ്റ് ചെയ്യാനുള്ളതും ഈ ഐക്കണുകൾ ചില ഐക്കണുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റാനും ഒക്കെ കഴിയും. അതിനുവേണ്ടി നമ്മളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ഏത് ഫോണായിരുന്നാലും ഇതുപോലെ സെർച്ച് ബാർ കാണും. നമ്മൾ ആ സെർച്ച് ബാറിൽ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റാറ്റസ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് ഇവിടെ വരും. സ്റ്റാറ്റസ് ബാർ ഇവിടെ വരും, നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിലെ ഫസ്റ്റ് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിപ്പോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ബാർ ആണ് കേട്ടോ. നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ താഴെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമുക്കിവിടെ ടോപ്പിൽ കാണിക്കാൻ വേണ്ടിയാണ്, നമുക്ക് അറിയാൻ വേണ്ടി കാണിക്കാൻ വേണ്ടിയാണ് ഇത് നമുക്ക് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ യൂട്യൂബിലെ നോട്ടിഫിക്കേഷൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് ഓഫ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ യൂട്യൂബ് എടുത്ത് ഇതിപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് കേട്ടോ, ആ യൂട്യൂബിന്റെ ഐക്കൺ ഇവിടെ മാറിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ ഐക്കൺ ഉണ്ടാവും. അതുപോലെ സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ ഓപ്ഷൻ. അതിനുശേഷം നമുക്കിവിടെ സ്റ്റാറ്റസ് ബാർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും ഷോ ഐക്കൺ എന്നുള്ളത് നമ്മൾ നേരത്തെ പരിശോധിച്ചതാണ്. നമുക്ക് ആപ്ലിക്കേഷനിലെല്ലാം ഷോ നമ്പർ വേണമെങ്കിൽ നമ്പർ കൊടുക്കാം. അത് പോയിട്ട് വേണ്ട എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡു നോട്ട് ഷോ എന്ന് പറഞ്ഞ് കൊടുക്കാം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ബാറ്ററി സ്റ്റൈലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ വെർട്ടിക്കൽ സ്റ്റൈലിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഞാൻ മാറ്റി ഈ രീതിയിൽ കൊടുക്കാം. ഇതേ രീതിയിലാക്കി മാറ്റാം. അത് പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലാക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലോസ് ചെയ്യാം. ഡു നോട്ട് ഷോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വേണ്ട എന്നുള്ളതാവും. ഞാനിപ്പോൾ സാധാരണ രീതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ റിയൽ ടൈമിൽ നെറ്റ്വർക്കിന്റെ സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയാണെന്നുള്ളത് നോക്കാൻ വേണ്ടി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഓൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ നെറ്റ്വർക്കിന്റെ സ്പീഡ് നമുക്കിവിടെ അറിയാൻ സാധിക്കും. അതിന്റെ കേജ് നമുക്കിവിടെ അറിയാൻ സാധിക്കും. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. ഇനി ബ്ലൂടൂത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ HD വോയിസ്, അങ്ങനെ പല കാര്യങ്ങളും, സൈലന്റ് മോഡും എല്ലാം ഇവിടെ വരും. ഇനി ഇയർഫോണിന്റെ ഐക്കൺ വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. അലാറം വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ അലാറത്തിന്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇതുപോലെ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. ഡാറ്റ സേവിങ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. VPN കണക്ഷൻ ആണെങ്കിലും ഡു നോട്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരുന്നാലും ഏതായിരുന്നാലും ശരി തന്നെ എന്ത് ചെയ്യണം, നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്തത് നമ്മൾ ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് ചെയ്തു വെക്കാം. ഇതുപോലെ നിങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ കൊണ്ടുവരിക. ഇല്ല ആവശ്യമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റാറ്റസ് ബാറിൽ നിന്ന് മാറ്റാനുള്ള ഓപ്ഷൻ നിങ്ങൾ ഇതുപോലെ ആവശ്യമാണെങ്കിൽ ചെയ്തു വെക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.